ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് ക്യാപ്റ്റൻസ് ആയിട്ടുള്ള 3 പേരും ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവര് ഒരുപാട് അവകാശവാദങ്ങളുമായിട്ടാണ് ഈ ഒരു ക്യാപ്റ്റൻസി ഏറ്റെടുത്തിരിക്കുന്നത്. 3 പേരും ഇവർ ഓൾറെഡി ഒരു ഗ്രൂപ്പാണ്. ഈ ഒരു ഗ്രൂപ്പിനെ പിടിച്ച് ക്യാപ്റ്റൻസിയിലേക്ക് വിട്ടതിലൂടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഹൗസിനകത്ത് സംഭവിക്കാനൊന്നുമില്ല. ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് തീരുമാനിച്ച് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ക്യാപ്റ്റൻസി കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത്. ഇവർക്ക് ഇമ്മ്യൂണിറ്റിയും കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഡ്യൂട്ടീസ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളാണ് കാണുന്നത്. 4 പേരെയാണ് ഇവർ ഹൗസ് കീപ്പിംഗിലേക്ക് ഇട്ടിരിക്കുന്നത്. പിന്നെ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട് എപ്പോ വേണമെങ്കിലും അനീഷേട്ടന് സ്റ്റോർ റൂമിൽ പോവാം, പക്ഷെ ഒന്നും എടുത്ത് വായിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ ആ സ്റ്റോർ റൂം കേസ് അവര് പരിഹരിച്ചു വിടുന്നത്. നെവിനാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് കേട്ടോ. അനീഷേട്ടൻ എപ്പോ വേണമെങ്കിലും സ്റ്റോർ റൂമിലേക്ക് പോകാം, ആക്സസ് അങ്ങ് തുറന്നു കൊടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ആദ്യം തന്നെ ഒതുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരും മുന്നോട്ട് വന്ന് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിനായിട്ടുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കും. പിന്നെ രാവിലെ എണീറ്റ് എല്ലാവരും കയ്യെ പിടിച്ചിരുന്നിട്ട് ചിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ആര്യനും അക്ബറും നെവിനും കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മളിത് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ സീസണിൽ തന്നെ ആദിലയുടെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ കേട്ടതാണ്. ആദില ഒന്നും നടപ്പിലാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഫുൾ ടൈം വഴക്കും സംഘർഷങ്ങളുമായിരുന്നു ഹൗസിനകത്ത്. അപ്പൊ ഈ ഒരാഴ്ച ടിക്കറ്റ് ഫിനാലെയും കാര്യങ്ങളൊക്കെയാണ്, എൻഡുറൻസും പരിപാടികളൊക്കെ കാണും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ഈ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നുള്ളത് ലൈവിൽ നമ്മൾ കണ്ടു തന്നെ അറിയണം. അത് കഴിഞ്ഞിട്ട് പറയാം ഇവരുടെ ക്യാപ്റ്റൻസി നല്ലതായിരുന്നു മോശമായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 3 പേരും ഒരു ഗ്രൂപ്പാണ്, ഒരു ടീമാണ്. ഇവർ തീരുമാനിച്ച് ജയിലിലേക്കും ക്യാപ്റ്റൻസിയിലും ഒക്കെ ആളുകളെ നോമിനേറ്റ് ചെയ്യാറുണ്ട്, വിട്ടിട്ടുമുണ്ട്. അക്ബറിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു ടീം പ്രവർത്തിക്കാനായിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പൊ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഇവര് ഈ ഒരു ഡ്യൂട്ടി നിർവഹിക്കും എന്നാണ് തോന്നുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട്, ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 പേരെ ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ്. പക്ഷെ ഇമ്മ്യൂണിറ്റി ഒന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രം. ഇമ്മ്യൂണിറ്റി കൂടെ കൊടുക്കുകയായിരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലെ പവർ ടീം പോലെ തന്നെ നല്ല ഫ്ലോപ്പ് പരിപാടിയായി പോയേനെ. ഇമ്മ്യൂണിറ്റി റദ്ദാക്കിയതാണ് ഇതിനകത്ത് ബിഗ് ബോസ് കളിച്ച നല്ല ഒന്നാന്തരം ഗെയിം എന്ന് ഞാൻ പറയും. ബിഗ് ബോസ് ആണ് ഇതിനകത്ത് കളിച്ചത്. കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.